പ്രിയപ്പെട്ടവരെ, ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കിടക്കുന്ന നായ്ക്കുട്ടൻ്റെ അവൻ്റെ കണ്ണ് വെളിയിലേക്ക് വന്ന രീതിയിലായിരുന്നു. അപ്പോൾ ആ ഷോർട്ട് വീഡിയോയുടെ ചുവട്ടിൽ നിരവധി കമൻസുകൾ വരുന്നുണ്ടായിരുന്നു. ഞാനതിനെല്ലാം ഒരു വിശദമായിട്ടുള്ള മറുപടി എന്നോണമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇവൻ്റെ ഈ കണ്ണ് വെളിയിലേക്ക് വന്ന തരത്തിലുള്ള വീഡിയോകൾ ഫേസ്ബുക്കിലും വാട്സപ്പിലെ നിരവധി റെസ്ക്യൂ ഗ്രൂപ്പുകളിലുമെല്ലാം പ്രചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അജിത സുരേഷ് കാണുകയും അജിത സുരേഷ് ഇവനെ റെസ്ക്യൂ കോർഡിനേറ്റ് ചെയ്യുവാൻ അജിത സുരേഷ് അന്നത്തെ ദിവസം കോട്ടയത്തുള്ള ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായ അജിത തമ്പിയോട് ഇവൻ അവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കണം എന്ന് പറയുകയും അവരവിടെ ചെന്നപ്പോൾ ഇവൻ അടഞ്ഞു കിടക്കുന്ന ഷട്ടർ ഇട്ട മുറിയുടെ വാതിക്കൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അവൻ ആപ്പാട് ദുഃഖിതനും ഒക്കെ ആയിട്ട് തോന്നി. നിരാലംബനുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. പാവം, എങ്ങോട്ടും പോകാതെ. ഇനിയെങ്ങാനും അവൻ ഇറങ്ങി വെല്ലയിലെ ഒന്ന് പോയാൽ എന്തേലും അവൻ്റെ ശാരീരിക ആവശ്യങ്ങൾക്കൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ മിസ്സിങ് ആവുമല്ലോ. വണ്ടി വരുമ്പോഴത്തേക്കും ഇവൻ മിസ്സിങ് ആവും. അങ്ങനെ അവനെ നോക്കി നിൽക്കുകയാണ് അവർ. ഏതാണ്ട് 8 മണി വരെയോളം നിന്നതിന് ശേഷമാണ് നമുക്ക് റെസ്ക്യൂ ചെയ്യാനുള്ള ഒരു വണ്ടി നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ആ വണ്ടിയിൽ കയറ്റി അവനെ വിട്ടു. അങ്ങനെ അജിത സുരേഷിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിൽ ഇപ്പോൾ 30-35ഓളം കുഞ്ഞുങ്ങളുണ്ട്. അതുതന്നെ ഓവർലോഡാണ്. വാടക വീടായതുകൊണ്ട് പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇവനെ മുഹമ്മദ് ഫൈസൽ എന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക്, നമ്മുടെ പുനലൂരുള്ള മുഹമ്മദ് ഫൈസൽ, എല്ലാവർക്കും തന്നെ മൃഗസ്നേഹികളായിട്ട് എല്ലാവർക്കും തന്നെ വളരെ പരിചിതനാണ് അദ്ദേഹം. അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടെ ചെന്ന് അവന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും ഹോസ്പിറ്റലിലേക്ക് മുഹമ്മദ് ഫൈസൽ ഇവനെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇവൻ്റെ തലയ്ക്ക് എന്തോ നല്ല ക്ഷതം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് കണ്ണുകൾക്ക് ചുറ്റുമുള്ള മൃദുലമായ പേശികൾ അയഞ്ഞിട്ട് വെളിയിലേക്ക് തള്ളുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്ന്. അപ്പം നമ്മൾ പുറമേ നിന്ന് നോക്കിയാലൊന്നും അവനങ്ങനെ കാണാനില്ലായിരുന്നു. പക്ഷേ അവൻ്റെ കാഴ്ച സാധ്യമാക്കുന്ന ഈ ഐബോളിൽ നിന്ന് പോകുന്ന ഒപ്റ്റിക്കൽ നെർവ് പരുക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവൻ്റെ കാഴ്ച ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാതെ എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അതങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ക്ഷതമേറ്റിട്ടുള്ളത് കൊണ്ട് തലച്ചോറിലേക്ക് ഇൻഫെക്ഷൻ വരാനുമുള്ള സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് അവൻ്റെ ഐബോളും എല്ലാം റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് സർജറി ചെയ്ത് മാറ്റുകയാണ് ചെയ്തത്. ആ സർജറി ചെയ്തതിന് ശേഷം തിരികെ കൊണ്ടുവന്ന് മുഹമ്മദ് ഫൈസലിൻ്റെ വീട്ടിൽ അവനെ നന്നായിട്ട് പരിചരിച്ചു. അവനെ മുഹമ്മദ് ഫൈസലിൻ്റെ വീടിന് ചുറ്റും ഒക്കെ നടത്തിച്ചു. അവൻ്റെ കണ്ണ് ഇല്ല എങ്കിലും നായകളെ സംബന്ധിച്ചിടത്തോളം ചെവിയും മൂക്കുമൊക്കെ തുല്യ പ്രാധാന്യത്തോടു കൂടി ഉപയോഗിക്കുന്നവരാണല്ലോ. പെട്ടെന്നുള്ള ഒരു അറിവ് കിട്ടാൻ കണ്ണ് ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഒരു വഴിയിലൊക്കെയാണ് വാഹനങ്ങളൊന്നും വരുന്നതെന്ന് അവർക്ക് കാണാൻ വരുന്നത് കൊണ്ട് അവർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവനെ തിരികെ വിടുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാതെ മുഹമ്മദ് ഫൈസൽ അവനെ നോക്കി. മുഹമ്മദ് ഫൈസലിനെയൊക്കെ അവൻ വളരെ നന്നായിട്ട് തിരിച്ചറിയുകയും ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേ സമയം, ഈ റെസ്ക്യൂ ചെയ്യുന്ന അതേ സമയം, കോട്ടയത്ത് ഉള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ സെക്യൂരിറ്റി ആയിരുന്ന വ്യക്തി, ആ സെക്യൂരിറ്റി ജീവനക്കാരന് സഹായിയായി അവിടെ ഒരു കുട്ടൻ എന്ന പേരുള്ള ഒരു ഡോഗ് ഉണ്ടായിരുന്നു. ആ ഡോഗിനെ 3-4 ദിവസങ്ങളായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെയെല്ലാം തപ്പി നടന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികളുള്ള ആളാണ്. ഇവനെ കാണുന്നില്ല ആളുകളോട്. പക്ഷേ ഈ സമൂഹ മാധ്യമങ്ങളിലൊന്നും ഇവൻ്റെ വീഡിയോ പ്രചരിക്കുന്നതൊന്നും കാണാൻ അദ്ദേഹത്തിന് ആ തരത്തിലുള്ള ഫോണോ ഒന്നുമില്ല. ഈ ഇൻഡോർ സ്റ്റേഡിയത്തിന് ഒരു 5-6 കടകൾക്ക് അകലെയാണ് ഇവൻ ഈ അപകടം പറ്റി ഇരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ഫണ്ടപ്പിലിട്ടിരുന്നെങ്കിലും കാര്യമായ രീതിയിൽ പണം കിട്ടാതെ വരുന്നപ്പോഴത്തേക്കും അറിയുന്നവരെയെല്ലാം ഫോൺ വിളിച്ച് ചോദിക്കുക, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അങ്ങനെയാണ് ഡോക്ടർ ജോജിയെ അജിത സുരേഷ് വിളിക്കുന്നത്. ഡോക്ടർ ജോജിയെ ഇവൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇവനെ അറിയാം. ആ കോട്ടയം ഇൻഡോർ സ്റ്റേഡിയത്തിൽ അദ്ദേഹം അവിടെ ചെല്ലുമ്പോഴൊക്കെ ഇവന് ഫുഡ് മേടിച്ചു കൊടുക്കുകയും ഇവനെ ഓമനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആളാണ്.
ഡോക്ടർ ജോജി. അങ്ങനെ ഡോക്ടർ ജോജി ഇവൻ്റെ ചികിത്സയുടെ ഏതാണ്ട് ഭൂരിഭാഗമൊക്കെ ഏറ്റെടുത്തു. അതുപോലെ ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ ഇവൻ്റെ കാര്യങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ ഇവന് എവിടെയാണ് എന്താണ് പറ്റിയതെന്നും പുനലൂരാണ് ഇപ്പോൾ ഉള്ളതെന്നും ഇവന് കാഴ്ചയില്ലെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ അറിയുന്നത്. അതിന് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ മനോവിഷമമാണ് ഉണ്ടായത്. ഈ ഡോക്ടർ ജോജിയോട് സെക്യൂരിറ്റി പറഞ്ഞു, എനിക്ക് ഇവനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ജോജി പിറ്റേന്ന് വാഹനമെടുത്ത് കോട്ടയത്ത് നിന്ന് പുനലൂർ വരെ ഇദ്ദേഹത്തെ കൊണ്ടുപോയി മുഹമ്മദ് ഫൈസലിൻ്റെ അടുത്ത് ചെന്ന് ഇവനെ കാണുകയാണ്. അവൻ്റെ കണ്ണ് പോയെങ്കിലും ശബ്ദത്തിൻ്റെയും ഗന്ധത്തിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി ഡോക്ടർ ജോജിയെയും അതുപോലെ തന്നെ ഈ സെക്യൂരിറ്റി ജീവനക്കാരനെയും എല്ലാം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ഇവനെ കണ്ടപ്പോൾ ഇവനെ പിരിയാനൊക്കെയുള്ള വിഷമം കൊണ്ട് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞു, സാറേ ഇവനെ തിരികെ കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ട്, ഞാനവിടെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇവനെ നോക്കിക്കോളാം, അവിടെ നീളമുള്ള ലീശയിൽ ഇവനെ കെട്ടിയിട്ടാൽ ഇവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ കിടന്നോളും, സേഫായിട്ട് നോക്കിക്കോളാം, എനിക്കിവനെ എപ്പോഴും ഒരു കൂട്ടായിരിക്കുകയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ജോജി അങ്ങനെയെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് മുഹമ്മദ് ഫൈസലിനോട് ആ കാര്യം സംസാരിക്കുന്നു. മുഹമ്മദ് ഫൈസലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവൻ അവിടെ നിന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇവനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഒരാൾ ഒഴിവാകുകയാണെങ്കിൽ വേറൊരാളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത വരുന്നതുകൊണ്ട് ആ കാര്യങ്ങൾ സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ തിരികെ ഇവനെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ, കോട്ടയം ഇൻഡോർ സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഇവനെ നോക്കുന്നുണ്ട്. അവനങ്ങനെ സുഖമായിട്ട് കഴിയുകയാണ് അവിടെ. അതാണ് ഈ വീഡിയോയെ സംബന്ധിച്ച വിശദാംശങ്ങൾ എനിക്ക് പറയാനുള്ളത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.